Hello dear students. This video is to discuss about section 115 BK of Income Tax Act, which pertains to depreciation with regard to tonnage tax scheme. So when a company comes under tonnage tax scheme, we know what is a qualifying ship and how it forms part of a tonnage tax scheme. When it comes part of tonnage tax scheme, how the depreciation has to be in order to avail the set off and carry forward, then how the depreciation has to be calculated, the written down value, what is the basis on which it has to be treated. So section 115 VK is about depreciation. In that, the first clause says that for the purpose of computing depreciation under clause 4 of section 115 VL, this 115 VL deals with deemed deduction and set off and carry forward of losses for tonnage tax companies. The depreciation for the first previous year of the tonnage tax scheme. ഈ ടോണേജ് ടാക്സ് സ്കീമിലേക്ക് ഇവർ വന്നതിന് ശേഷമുള്ള അവരുടെ ഫസ്റ്റ് പ്രീവിയസ് ഇയറിലുള്ള ഡിപ്രീസിയേഷൻ ഈ സെക്ഷനിൽ ഇനി നമ്മളതിനെ ഫസ്റ്റ് പ്രീവിയസ് ഇയർ എന്ന് മാത്രമേ പറയുള്ളൂ. ഫസ്റ്റ് പ്രീവിയസ് ഇയർ ഓഫ് ദ ടോണേജ് ടാക്സ് സ്കീം എന്ന് പറയില്ല. ഷാൽ ബി കമ്പ്യൂട്ടഡ് ഓൺ ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ്, നമ്മൾ രണ്ട് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ നമുക്കറിയാം അല്ലേ. കോസ്റ്റ് പ്ലസ് കോസ്റ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ കാണുന്ന അറിയാം, റിട്ടൺ ഡൗൺ വാല്യൂ അറിയാം. അപ്പോൾ ഇതിനകത്ത് റിട്ടൺ ഡൗൺ വാല്യൂ ഷാൽ ബി കമ്പ്യൂട്ടഡ് ഓൺ ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ക്വാളിഫയിങ് ഷിപ്സ് ആസ് സ്പെസിഫൈഡ് അണ്ടർ സബ്സെക്ഷൻ 2. അപ്പോൾ ഈ സെക്ഷൻ്റെ 115 VKൻ്റെ സബ്സെക്ഷൻ 2 പറയുന്നത് പ്രകാരമാണ് നമ്മൾ ഡെപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. റിട്ടൺ ഡൗൺ വാല്യൂവിൻ്റെ ബേസിസിലാണ് കാണുക. ആ റിട്ടൺ ഡൗൺ വാല്യൂ എങ്ങനെയാണെന്നുള്ളതാണ് ഇതിനകത്തുള്ള സബ്സെക്ഷൻ 2 പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സബ്സെക്ഷൻ 2ലേക്ക് പോവുകയാണ്. 115 VKയിലെ സബ്സെക്ഷൻ 2 പറയുന്നു ദ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ദ ബ്ലോക്ക് ഓഫ് എസെറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ബ്ലോക്ക് ഓഫ് എസെറ്റ് എന്താണ്? ബീയിങ് ഷിപ്സ്. ഒരു ടോണേജ് ടാക്സ് സ്കീമിൽ വരുന്ന കമ്പനീനെ സംബന്ധിച്ച് ബ്ലോക്ക് ഓഫ് എസെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെ ഷിപ്സ് ആണോ, ബ്ലോക്ക് ഓഫ് എസെറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒന്നിൽ കൂടുതൽ എസെറ്റ്സ് ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഷിപ്സ് ക്വാളിഫയിങ് എസെറ്റ് ആയിട്ടുള്ള കമ്പനീസിന് ബീയിങ് ഷിപ്സ് ആസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഫസ്റ്റ് പ്രീവിയസ് ഇയർ, ഫസ്റ്റ് ഡേ ഓഫ് ഫസ്റ്റ് പ്രീവിയസ് ഇയർ ഷാൽ ബി ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ബുക്ക് റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് ക്വാളിഫയിങ് ഷിപ്സ്, അതെന്ന് വെച്ചാൽ ക്വാളിഫയിങ് അസെറ്റ്, ആൻഡ് ബുക്ക് റിട്ടേൺ വാല്യൂ ഓഫ് നോൺ ക്വാളിഫയിങ് ഷിപ്സ്. അപ്പോൾ ഒരു കമ്പനിക്ക് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇഫ് എ കമ്പനി കമ്മിങ് അണ്ടർ ദ ടോണേജ് ടാക്സ് സ്കീം ഹാസ് ക്വാളിഫയിങ് ഷിപ്സ് ആൻഡ് നോൺ ക്വാളിഫയിങ് ഷിപ്സ്, അതായത് അവർ ടോണേജ് സ്കീമിൽ വരുന്ന രീതിയിലുള്ള ബിസിനസ്സും ചെയ്യുന്നുണ്ട്, അല്ലാതെ ദേ ആർ ഹാവിങ് അതർ അസെറ്റ്സ് ഓൾസോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, ടോണേജ് ടാക്സ് സ്കീമിൽ വരുന്നതിന് ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ഓഫ് എസെറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ റിട്ടൺ ഡൗൺ വാല്യൂ കണ്ടെത്തണം. ആൻഡ് അല്ലാത്തത് വേറെയും വാല്യൂ ഓഫ് ദ നോൺ ക്വാളിഫയിങ് ഷിപ്സ് ഹിയർ ആഫ്റ്റർ ഇൻ ദിസ് സെക്ഷൻ റെഫർ ടു ആസ് അതർ അസെറ്റ്സ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് ക്വാളിഫയിങ് ബ്ലോക്ക് ഓഫ് അസെറ്റ്സ് ക്വാളിഫയിങ് അസെറ്റ്സ് ആയിട്ട് വരുന്നതിനെ നമ്മൾ വെറും ക്വാളിഫൈ അസെറ്റ് എന്നും മറ്റേതിനെ അതർ അസെറ്റ് എന്നുമാണ് പറയാം. തേർഡ് സബ്സെക്ഷനിൽ പറയുന്നു ദ ബ്ലോക്ക് ഓഫ് ക്വാളിഫയിങ് അസെറ്റ്സ് ആസ് ഡിറ്റർമിൻഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ സെപ്പറേറ്റ് ബ്ലോക്ക് ഓഫ് അസെറ്റ്. അപ്പോൾ ഈ ബ്ലോക്ക് ഓഫ് ക്വാളിഫയിങ് അസെറ്റ് എന്ന് പറയുന്നതിനെ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനിക്ക് സേ ഫോർ എക്സാമ്പിൾ 5 ഷിപ്സ് ഉണ്ട്, അതിൽ 3 നമ്മൾ ക്വാളിഫയിങ് അസെറ്റിൻ്റെ, അതായത് ടോണേജ് ടാക്സ് സ്കീമിലേക്ക് വരുന്ന അസെറ്റ്സ് ആണ്, ബാക്കി 2 വേറെ, ഇപ്പോൾ ഒരു ഫിഷിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നതാണ് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ 3 കൂടിയത് ഒരു ബ്ലോക്ക് ഓഫ് അസെറ്റും അല്ലാത്തത് അതർ അസെറ്റുമായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യണം, സെപ്പറേറ്റ് ബ്ലോക്ക് ഓഫ് അസെറ്റ്സ്. പിന്നത്തെ പറയുന്നു ഫോർ ദ പർപ്പസ് ഓഫ് സബ്സെക്ഷൻ 2 the book return value of the block of qualifying assets and the block of other assets shall be computed in the following manner. അപ്പോൾ ആ റിട്ടൺ ഡൗൺ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ സബ്സെക്ഷൻ 4 അതിൻ്റെ ക്ലോസസ് ആയിട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 1 പറയുന്നു നമുക്ക് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് പർപ്പസ്, ടോണേജ് ടാക്സ് സ്കീമിൻ്റെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള 115 VKയിലുള്ള സബ്സെക്ഷൻ 2 എന്താണോ പറയുന്ന റിട്ടൺ ഡൗൺ വാല്യൂ അതിൻ്റെ ബേസിസിലാണ് എടുക്കുക ഡിപ്രീസിയേഷൻ, അതിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാണുക എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ് അവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, ബ്ലോക്ക് ഓഫ് അസെറ്റ്സും ബ്ലോക്ക് ഓഫ് ക്വാളിഫയിങ് അസെറ്റ്സും അതർ അസെറ്റ്സും ആയിട്ട് നമ്മളിതിനെ തരംതിരിക്കണം. അതിൻ്റെ ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ റിട്ടൺ ഡൗൺ വാല്യൂ കാണുന്നതെന്ന് പറയാം.
the book written down value of each qualifying asset and each other asset as on the first day of the previous year and which form part of block of assets to be divided shall be determined by taking ഒന്നുമില്ല. അപ്പോൾ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ അതർ അസറ്റ്സിൻ്റെയും റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ടേക്കിംഗ് ദ ബുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ഈച്ച് അസറ്റ് appearing in the books of accounts as on the last day of preceding previous year. അപ്പോൾ തൊട്ട് മുമ്പത്തെ പ്രീവിയസ് ഇയറിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേ അതിൻ്റെ വാല്യൂ എത്രയാണോ അതിനെയാണ് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ അത് അങ്ങനെ പറയുമ്പോൾ തന്നെ റീവാലുവേഷൻ ഉണ്ടെങ്കിൽ 10/9/2004 ശേഷം അല്ല റീവാലുവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇഗ്നോർ ചെയ്യും. അപ്പോൾ എപ്പോഴാണോ അത് ടോണേജ് ടാക്സ് സ്കീമിന് വന്നിട്ടുള്ളത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ പ്രീവിയസ് ഇയറിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ അതിൻ്റെ വാല്യൂ എത്രയാണോ അതിനെയാണ് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? The book written down value of all the qualifying asset and other assets shall be aggregated. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5 ഷിപ്സ് ഉണ്ടെങ്കിൽ 3 എണ്ണം നമ്മൾ ക്വാളിഫയിങ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ആണ്, ബാക്കി 2 എണ്ണം അതർ അസറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ 5 എണ്ണത്തിൻ്റെയും നമ്മൾ എന്ത് ചെയ്യാണ്? തൊട്ട് പ്രീവിയസ് ഇയറിലുള്ള ലാസ്റ്റ് ഇയറിൽ തൊട്ട് പ്രീവിയസ് ഇയറിലുള്ള ലാസ്റ്റ് വർക്കിംഗ് ഡേയിലുള്ള അതിൻ്റെ വാല്യൂ എടുത്തിട്ട് ഇതിനെ രണ്ടിനെയും നമ്മൾ അഗ്രിഗേറ്റ് ചെയ്യുന്നു. അഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം ദ റേഷ്യോ ഓഫ് അഗ്രിഗേറ്റ് ബുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ ക്വാളിഫയിങ് അസറ്റ് ടു ദ അഗ്രിഗേറ്റ് ബുക്ക് റിട്ടേൺ വാല്യൂ ഓഫ് അതർ അസറ്റ് ഷാൽ ബി ഡിറ്റർമിൻഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ നമ്മൾ ആദ്യം അഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ക്വാളിഫയിങ് അസറ്റിൻ്റെയും അതർ അസറ്റിൻ്റെയും അഗ്രിഗേറ്റ് റേഷ്യോ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ വേറെ അസറ്റ്, അപ്പോൾ അവിടെയാണ് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ കാൽക്കുലേഷൻസ് വരുന്നത്. അത്രയേ ഉള്ളൂ. അതിനെ നമ്മൾ അഗ്രിഗേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ അതിൻ്റെ പ്രീവിയസിലുള്ള ലാസ്റ്റ് ഡേയിലുള്ള ഡേറ്റ് ഇത് എത്രയാണോ അത് അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് എടുക്കും. എന്നിട്ട് അതിനെ എല്ലാത്തിനെയും കൂടെ അഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒരു റേഷ്യോ കണ്ടെത്തും. പിന്നെ വേർ an asset forming part of block of qualifying asset begins to be used for purpose other than tonnage tax business. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 എണ്ണം ബ്ലോക്ക് ഓഫ് ക്വാളിഫയിങ് അസറ്റ് ഉണ്ട്. അതിൽ ഒന്നിനെ നമ്മൾ വേറെ പർപ്പസിന് ഇടയ്ക്ക് ഉപയോഗിച്ചു എന്നിരിക്കുക. Purpose, an appropriate portion of the written down value allocable to such asset shall be reduced. അപ്പോൾ ആ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ അകത്തുനിന്ന് ആ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? പ്രപ്പോർഷനേറ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യണം ഫ്രം ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദാറ്റ് ബ്ലോക്ക് ആൻഡ് ഷാൽ ബി ആഡഡ് ടു ബ്ലോക്ക് ഓഫ് അതർ അസറ്റ്സ്. അപ്പോൾ ഒരു ഷിപ്പിനെ നമ്മൾ വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ഈ ബ്ലോക്ക് ഓഫ് ക്വാളിഫയിങ് അസറ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് മറ്റേ അതർ അസറ്റ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നേരെ തിരിച്ചും വേറെ അസറ്റ് ഫോമിങ് പാർട്ട് ഓഫ് ബ്ലോക്ക് ഓഫ് അതർ അസറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ളതിനെ നമ്മൾ ടോണേജിൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. യൂസ്ഡ് ഫോർ ടോണേജ് ടാക്സ് ബിസിനസ് ആൻ അപ്രോപ്രിയേറ്റ് പോർഷൻ ഓഫ് ദ റിട്ടേൺ ഡൗൺ വാല്യൂ അലോക്കബിൾ ടു സച്ച് അതർ അസറ്റ്സ് ഷാൽ ബി റെഡ്യൂസ്ഡ് ഫ്രം ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ബ്ലോക്ക് ഓഫ് അതർ അസറ്റ്സ് ആൻഡ് ഷാൽ ബി ആഡഡ് ടു ബ്ലോക്ക് ഓഫ് ക്വാളിഫയിങ് അസറ്റ്. അപ്പോൾ 5ഉം 6ഉം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 5 പറയുന്നു ബ്ലോക്ക് ഓഫ് ക്വാളിഫയിങ് അസറ്റിൽ ഉപയോഗിക്കുന്ന അസറ്റ് നമ്മൾ വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിച്ചാൽ ഇതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂവിൽ നിന്ന് അത് കുറച്ച് അത് മറ്റേതിൻ്റെ കൂടെ അതർ അസറ്റ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം. തിരിച്ച് അതർ അസറ്റിൽ പെടുന്ന സാധനം ടോണേജ് ടാക്സ് സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ബിസിനസ്സിന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് അത് കുറച്ചിട്ട് ടോണേജിൻ്റെ കൂടെ അതിനെ ആഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ ലാസ്റ്റിലുള്ള സബ്സെക്ഷൻ പറയുന്നു ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ അണ്ടർ ക്ലോസ് 4 ഓഫ് സെക്ഷൻ 115 VL, അതായത് ഡീംഡ് ഇൻകം സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ഇൻ റെസ്പെക്ട് ഓഫ് എൻ അസറ്റ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 5 and 6. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ടഡ് ഫോർ ദ പ്രീവിയസ് ഇയർ ഷാൽ ബി അലോക്കേറ്റഡ് in the ratio of number of days for which the asset was used for tonnage tax business. എത്ര ദിവസം ഈ അസറ്റ് ടോണേജ് ടാക്സ് ബിസിനസ്സിനോ അല്ലെങ്കിൽ അതർ പർപ്പസിനോ ഉപയോഗിച്ചു ആൻഡ് ഫോർ അതർ പർപ്പസ് ദാൻ ദ ടോണേജ് ടാക്സ് ബിസിനസ്, അതിൻ്റെ ബേസിസിൽ ആ ദിവസം കണക്കാക്കിയിട്ട് ആണ് ഡിപ്രീസിയേഷൻ അലോക്കേറ്റ് ചെയ്യുക. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് പിന്നെ സെക്ഷൻ 32 പ്രകാരമാണ് നമുക്ക് ഡിപ്രീസിയേഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത് എന്തിൻ്റെ മുകളിലാണ്? റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ ടോണേജ് ടാക്സ് സ്കീമിലെ ഡിപ്രീസിയേഷൻ സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാണാൻ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ ബേസിസിലാണ്.
ആ റിട്ടൺ ഡൗൺ വാല്യൂ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ 115 VK പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, തൊട്ട് പ്രീസീഡിങ് പ്രീവിയസ് ഇയറിലെ ലാസ്റ്റ് ഡേയിലുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ അസറ്റിൻ്റെ റിട്ടൺ ഡൗൺ വാല്യൂ ആയിട്ട് എടുക്കുക. അത് ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെയും അതർ അസറ്റ്സിൻ്റെയും കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് അതിനൊരു റേഷ്യോ നമ്മൾ കണ്ടെത്തും. ആ റേഷ്യോൻ്റെ ബേസിസിലാണ് നമ്മളത് എടുക്കുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അവിടെ നമ്മൾ ഒന്നിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് മറ്റതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. അത്രയേ ഉള്ളൂ ഈ സെക്ഷനെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാം. താങ്ക് യു.